ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. BSc നഴ്സിംഗിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. BSc നഴ്സിംഗിൻ്റെ 6th അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ September 17 to 19 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് 6th അലോട്ട്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഇനി കിട്ടാൻ സാധ്യത എന്നുള്ളതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടീസിൽ അവർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതേപോലെ തന്നെ ഫീസിനെ പറ്റിയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ജോയിൻ ചെയ്യാത്തവർക്ക് എന്ത് കോൺസിക്വൻസ് ഉണ്ടാകും എന്നുള്ളതിനെയൊക്കെ പറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് 6th അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ്. കാൻഡിഡേറ്റ്സ് ക്യാൻ റെമിറ്റ് ടോക്കൺ ഫീസ് ഇഫ് നോട്ട് പെയ്ഡ് ഏർലിയർ ടിൽ 23/9/2025. അതായത് ഇതിന് മുന്നേ ഉള്ള അലോട്ട്മെൻറ്റിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 6th അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ, ഈ കുട്ടികളൊന്നും ടോക്കൺ ഫീസ് കൊടുത്ത് കാണത്തില്ല. കുട്ടികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാൽ ടോക്കൺ ഫീസ് കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ September 23 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ ടോക്കൺ ഫീസ് കൊടുക്കണം. ടോക്കൺ ഫീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അതായത് ഫീ പേ ചെയ്യാത്തവർക്ക് സീറ്റ് കൺഫേം ആകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ പുതിയ സീറ്റ് കിട്ടിയവർ September 24 തന്നെ അലോട്ടഡ് കോളേജസിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ അതേപോലെ തന്നെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി ടോക്കൺ ഫീസ് പേ ചെയ്തവർക്ക് ഇനിയും കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ സീറ്റ് ഫസ്റ്റ് ടൈം കിട്ടുന്നവർക്ക് തന്നെ ഫീസ് റെമിറ്റ് ചെയ്ത് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പോകേണ്ടതാണ്. എങ്ങനെയാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. LBS സെൻറ്റർ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് വരുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്യുക. അവിടെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ പോകുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അവിടെ നമുക്ക് 6th അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സീറ്റ് ഡീറ്റെയിൽസ്, കോളേജ് നെയിം, കാറ്റഗറി, ഫീസ് സ്ട്രക്ചർ എല്ലാം അവിടെ ഉണ്ടാകും. അലോട്ട്മെൻറ്റ് കിട്ടിയവരെല്ലാം തന്നെ സീറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ഡോക്യുമെൻറ്റ്സ് ആക്കി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് 6th അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഫൈനൽ മോപ്പപ്പ് ഓർ സ്പോട്ട് അഡ്മിഷൻ റൗണ്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കോളേജിൽ വേക്കൻറ്റ് സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അവിടെ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കോളേജിൽ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് കൃത്യമായി നോക്കി ഉറപ്പ് വരുത്തി എല്ലാ ഡോക്യുമെൻറ്റ്സും തന്നെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ അലോട്ടഡ് ലിസ്റ്റ് നമുക്ക് എടുത്തു നോക്കാൻ കഴിയും. അലോട്ടഡ് ലിസ്റ്റ് എടുത്തു നോക്കുന്ന സമയത്ത് ഓരോ കോഴ്സിനും ഓരോ കോളേജിലും എത്ര കുട്ടികളാണ് അലോട്ടഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് അതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആരൊക്കെ ഇനി അഡ്മിറ്റഡ് ആവാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ അലോട്ടഡ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു ഇൻറ്റു മാർക്കും അതേപോലെ തന്നെ ഒരു ടിക്ക് മാർക്കും കാണാൻ സാധിക്കും. ആ ഇൻറ്റു മാർക്ക് എന്ന് പറയുന്നത് അവിടെ ചേരാത്ത കുട്ടികളാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തവർ എങ്ങനെയാണ് ഇനിയും 7th അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാ കോളേജസും എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യതയെന്ന് വ്യക്തമായി തന്നെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അതേപോലെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്ത്, അതേപോലെ തന്നെ ഏത് കോളേജിലാണ് വേക്കൻസി ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് ആ ഒരു കോളേജിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇനി എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്കാണ് സാധ്യത എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ 2024 അലോട്ട്മെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14 അലോട്ട്മെൻറ്റ്സ് വരെ വേക്കൻസി സീറ്റുകൾ അനുസരിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എത്ര വേക്കൻസി ആണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് കോളേജസ് കിട്ടാനുള്ള ചാൻസും അവിടെ കൂടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോളേജസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 271 വരെയാണ്
സ്റ്റേറ്റ് മെറിറ്റിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. എന്നാലും നമുക്ക് 270 ആ ഒരു ഇൻഡെക്സ് മാർക്കുള്ളവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിൽ താഴെ ഇൻഡെക്സ് മാർക്കുള്ളവർക്കും 270 താഴെ ഇൻഡെക്സ് മാർക്കുള്ളവർക്കും നമ്മൾ ആ ഒരു കോളേജസ് എടുത്ത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും നമുക്ക് എത്ര ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് വരെ നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഏകദേശം 270, 271 ആ ഒരു റേഞ്ചിൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കും സ്റ്റേറ്റ് മെറിറ്റിൽ LBS BSc നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലും താഴെ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് ചാൻസസ് കുറവാണെന്നേ പറയുന്നുള്ളൂ, ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ 270 ഇൻഡെക്സ് മാർക്കിൽ ബിലോ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ അതേപോലെ എവിടെയെങ്കിലും ഒരു സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർ സെപ്റ്റംബർ 23 മുന്നേ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതേപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതേപോലെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എല്ലാം കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ 6th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജസിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.